സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് കള്ളനാണോ, കളിപ്പാവയാണോ, കച്ചവടക്കാരനാണോ? ലോകത്തെ പല മാധ്യമങ്ങളും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ ഇസ്രയേലിന് ആക്രമിക്കാൻ എല്ലാ അനുവാദവും നൽകി ക്ലിയറൻസ് നൽകുന്ന വേളയിൽ ലോകത്തിൻ്റെ സമാധാന പുരസ്കാരം, നോബൽ സമ്മാനം തനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് അതിനുവേണ്ടി എല്ലാവരോടും തർക്കിക്കുകയും കയർക്കുകയും ചില ഘട്ടങ്ങളിലൊക്കെ കരയുകയും ചെയ്യുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആക്രമണത്തിന് ശേഷം പിന്നീട് പലയിടങ്ങളിലും പിടിച്ചെടുക്കുകയും ഇതിനിടയിൽ വെനസ്വലയിൽ പോയി ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്ത ട്രംപിൻ്റെ ആ സവിശേഷമായ മാനസികാവസ്ഥയെ കാണാതെ പോകരുത്. ആ സവിശേഷമായ മാനസികാവസ്ഥ വിലയിരുത്തുമ്പോഴാണ് ഇയാൾ ഒരു കള്ളനാണ് എന്ന് തോന്നിപ്പോകുന്നത്. എല്ലാ ഘട്ടത്തിലും ഇയാൾ തന്ത്രപരമായി സമാധാന ഉടമ്പടി, സമാധാന കരാർ, ഇസ്രയേലിനെ തെറിവിളിച്ചു, ഇസ്രയേലിനെ നിയന്ത്രിച്ചു, ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തില്ല, ഞാൻ പറയുന്നത് അംഗീകരിക്കും, ഞാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് അയാളുടെ കൺമുന്നിലൂടെ ആക്രമണം നടക്കുമ്പോൾ അയാൾ നിസ്സഹായനാണ്, നിശബ്ദനാണ്. അത് ട്രംപിനെ പോലൊരാളിൻ്റെ കള്ളത്തരവും കാപട്യവുമാണ് വെളിവാക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്ന ഒരു തമാശയുണ്ടല്ലോ, തച്ചനും തച്ചത്തിയും എന്ന് പറഞ്ഞിട്ടുള്ള സവിശേഷമായ അത്തരമൊരു കളിയാണ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തുന്നത് എന്ന് ഒരു പക്ഷം. കാരണം അതുകൊണ്ടാണ് ഈ പറയുന്ന ഇസ്രയേലിനെ ആക്രമിക്കാൻ അനുവാദം നൽകുകയും അങ്ങനെ തന്ത്രപരമായി നെതന്യാഹുവിനെ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ശൈലി. രണ്ടാമത് ഒരു വാദമുയർത്തുന്നവർ ഇദ്ദേഹം ഒരു പപ്പറ്റാണ്, ഒരു കൊമേഡിയനാണ്, ഒരു നിസ്സഹായനാണ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. കാരണം എപ്സ്റ്റീൻ ഫയലിലൂടെ ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ വിവരങ്ങളെല്ലാം ഇസ്രയേലിൻ്റെ കൈവശമുണ്ട്. ഇസ്രയേൽ ചുമതലപ്പെടുത്തിയ സംവിധാനമാണ് എപ്സ്റ്റീൻ ദ്വീപും അതിൻ്റെ സംഗതികളുമൊക്കെ. അതുപയോഗിച്ച് ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ കയ്യിൽ നിർത്തണം എന്ന് ഇസ്രയേൽ ആഗ്രഹിച്ചതിൻ്റെ ഒരു പരിണിതി തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ആക്രമിക്കില്ലെന്നോ തിരിച്ചടിക്കില്ലെന്നോ സമാധാനത്തിൻ്റെ കരാറുകൾ, ധാരണകൾ ഞാൻ തീരുമാനിക്കുമെന്നോ ഒക്കെ ട്രംപ് പറഞ്ഞാലും അതിനൊന്നും ഒരു പുല്ലുവിലയും ഇസ്രയേൽ കൽപ്പിക്കില്ല എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വാദം. അതുകൊണ്ടാണ് ഇപ്പോൾ ആക്രമിച്ചപ്പോൾ തിരിച്ചടിക്കില്ല എന്ന് പറഞ്ഞുവെങ്കിലും അടുത്ത മണിക്കൂറിൽ തന്നെ ഇസ്രയേൽ തിരിച്ചടിച്ചത് ഇയാൾ ഒരു നിസ്സഹായനും ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ട ഒരാളും എന്നുള്ള നിലയിലാണ് എന്നാണ് രണ്ടാമത്തെ വാദം. മൂന്നാമതൊരു വിഭാഗം പറയുന്നത് ഇയാൾ ഒരു കച്ചവടക്കാരൻ മാത്രമാണെന്നുള്ളതാണ്. അതായത് ഈ കള്ളവും നിസ്സഹായാവസ്ഥയും ഒക്കെ ചേർന്ന ഒരു കച്ചവടക്കാരൻ. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ജൂനിയർ ട്രംപിന് ഒരു വലിയ വ്യാപാര സംവിധാനം ലോകം മുഴുവനുണ്ട്. അതിൽ പാർട്ട്നേഴ്സായിട്ടുള്ള പല ഭരണാധികാരികളും അറബ് ലോകത്തുണ്ട്, ഇസ്രയേലിലുണ്ട്, എല്ലാമുണ്ട്. എന്ന് മാത്രമല്ല അമേരിക്കയുടെ വ്യാവസായിക മേഖല, പ്രതിരോധ ഉപകരണ ഉൽപ്പാദന മേഖലയെല്ലാം ജൂതന്മാരുടെ കൈവശമാണ്. അവരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് ആ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ നിന്നുകൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ചരിത്രത്തിൽ ഇതുപോലെ തരം താഴ്ത്തപ്പെട്ട ഒരു പരിഗണിക്കപ്പെടാത്ത കൊമേഡിയനെന്നോ, എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കള്ളനെന്നോ, എല്ലാവർക്കും മനസ്സിലാകുന്ന കച്ചവടക്കാരനെന്നോ, മൂന്ന് വ്യാഖ്യാനങ്ങളിലും ഉചിതമാകുന്ന ഒരു പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അങ്ങനെ ട്രംപിൻ്റെ കാലം എന്ന് പറയുന്ന ഒരു കാലം കൂടി ഇനി 1-2 വർഷങ്ങൾ സഹിക്കേണ്ടി വരും ഇത് കഴിച്ചുവിടാൻ.